ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എത്ര വിഷമത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്ന വ്യക്തികൾക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും ലഭിക്കാൻ വേണ്ടി യൂണിവേഴ്സിൻ്റെ മഹാശക്തി അവരിലേക്ക് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ മഹാശക്തിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നെ ലഭിക്കണമേ. ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ അനുഭവങ്ങളും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കാർഡ് വഴി അവർക്ക് സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ്. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ്, റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്. താങ്ക് യു. ഇതാണ് എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ്, റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആയിരുന്നു നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്ത് കണ്ട് പല വ്യക്തികൾ പോലും നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ 9 ഓഫ് കപ്പിൻ്റെ എനർജി ആയിരുന്നു. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. സർവ്വതും ഒരു ഹാപ്പി ഫാമിലി എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സന്തോഷിച്ചു, ഉല്ലസിച്ചു. സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ, എന്തിലും ഒരു വ്യത്യാസവും നിങ്ങൾക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ 9 ഓഫ് കപ്പ്, 10 ഓഫ് കപ്പാണ് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾക്ക് ഇതിൽ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കാം. ഇത് ഫാമിലി തന്നെ ആയിരിക്കാം ചില വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ പോലെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധം തന്നെ ആയിരിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇത് സൺ കാർഡായിരുന്നു. പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു സണ്ണ് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. ചിലപ്പോൾ അന്ധകാരത്തിലായിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഒരുപാട് ദുഃഖത്തിലൂടെ കടന്നു പോയിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം, ആ ഒരു സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ഇന്നറായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവർ തന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലേക്ക് കടന്നു പോകുന്നതിന്, ഒന്ന് പ്രവർത്തിക്കുന്നതിനൊക്കെ മടിയുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ പരസ്പരം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നർ സ്ട്രെങ്ത് കൊടുക്കുകയും പല കാര്യങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് പല വ്യക്തികളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, ഇതൊന്നും ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് ശക്തിയൊന്നുമില്ല എന്നൊക്കെയുള്ള പല അവർ ചെയ്ത് വെച്ചിരുന്നതായിട്ടുള്ള ചില കംഫർട്ട് സോണുണ്ട്. ഇതിനപ്പുറം കഴിയാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ ഇടപെടലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലോ ഇടപെടലോ കാരണം അതെല്ലാം കണ്ടിച്ചുകൊണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യം നേടി. നിങ്ങളുടെ റിലേഷൻ ഏറ്റവും ബെറ്ററായിട്ട് തീർന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ ഭാരം ഏറ്റുവെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് മുന്നേ, നിങ്ങളുടെ പേഴ്സൺ വരുന്നതിന് മുന്നേ നിങ്ങൾക്കത് തുറന്നു പറയാൻ പോലും ഒരു വ്യക്തികൾ, നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ അത് മാറ്റി നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെങ്തായിട്ട്, നിങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിങ്ങളെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റി നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിന് ഈ റിലേഷൻ നിങ്ങളെ സഹായിച്ചു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ജഗ്ലിങ്ങിലായിരുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും രണ്ടുപേരും, അത് അങ്ങോട്ടും ആകാം സഹായം, ഇങ്ങോട്ടും ആകാം. നിങ്ങൾ പരസ്പരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പോലും കൈത്താങ്ങായിരുന്നു നിങ്ങളുടെ പേഴ്സണും, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കും ഒരു കൈത്താങ്ങായിരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ചില വ്യക്തികൾ ചില യാത്രകൾ ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു യാത്രാ മധ്യത്തിലായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തകർന്നിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ അടിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് ബാലൻസിങ്ങിൽ, ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥയെ ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞു. ഓക്കെ, സാമ്പത്തിക പ്രശ്നമായാലും ശരി തന്നെ, മാനസിക പ്രശ്നങ്ങളായാലും നിങ്ങൾക്ക് ബാലൻസ് തെറ്റി നിൽക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ സാധിച്ചു. ചിലപ്പം എവിടെയെങ്കിലും യാത്ര പോകുന്നതിന്, ചിലപ്പോൾ ഗൾഫ് യാത്ര ആയിരിക്കാം, ഗൾഫിനോ മറ്റോ യാത്ര ചെയ്യുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു.
അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുമായിട്ട് റിലേഷനിൽ വരുന്നതിന് മുന്നേ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ആ ബുദ്ധിമുട്ടെല്ലാം അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത്? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഓക്കെ, എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നു. ഒരുപോലെയുള്ളൊരു സ്നേഹമായിരുന്നു, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുത്തിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസങ്ങൾ കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും അവർ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തി പഴയ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത്രയും സ്ട്രോങ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് തന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്നു. ഓക്കെ, അപ്പം ഇതായിരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയിലോട്ട് മറ്റൊരു വ്യക്തി കടന്നു വരുന്നുണ്ട്. ഓക്കെ, കടന്നു വന്ന് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓവർ തിങ്കിങ് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചില സംഭാഷണങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളെ സംശയിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ, ചർച്ചകൾ, അതെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് അവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമതൊരു വ്യക്തി ഇതിൻ്റെ അകത്ത് ഇടപെട്ടു. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. മൂന്നാമത് തേർഡ് പാർട്ടിയാണ്, മെയിലുമാകാം ഫീമെയിലുമാകാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ ഇത്ര സന്തോഷത്തിൽ പോകുന്നതിൽ ഒരുപക്ഷെ അവർക്ക് അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള അമിതമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം അവരിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അവർ ആ ഒരു കാര്യം ചെയ്തത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിങ്ങളുടെ മാനസിക ബലങ്ങളെ ചതിച്ചുകൊണ്ട് അവരിലേക്ക് നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ. നമുക്കിനി പ്രസൻറ്റിൽ നോക്കാം. ഇതിൻ്റെ നമ്പേഴ്സ് കൂടി ഒന്ന് പറയട്ടെ. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 19, 1 ആവർത്തിച്ച് വന്നിരിക്കുന്നു, സണ്ണിൻ്റെ കാർഡാണ്. 2 വന്നിരിക്കുന്നു, മൂണിൻ്റെ കാർഡാണ്. അപ്പം അത്രത്തോളം ഒരു സൂര്യനും ചന്ദ്രനെയും പോലെ തന്നെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, 14 നമ്പർ വന്നിട്ടുണ്ട്, 5. ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ നമുക്ക് നോക്കാം. കാപ്രിക്കോൺ ആണ് വന്നിരിക്കുന്നത്, മകരമാസം. സാജിറ്റേറിയസ്, ധനു. സ്പൈസീസ് വന്നിട്ടുണ്ട്, മീനം രാശി. സ്കോർപ്പിയോ വന്നിട്ടുണ്ട്, വൃശ്ചികം. ജെമിനി, മിഥുനം. ഏരീസ് വന്നിട്ടുണ്ട്, മേടം. 9, 10, 2, 1, 13, 4. ഓക്കെ, അപ്പം 9-ാം മാസം, 10-ാം മാസം, 2-ാം മാസം. ഓക്കെ, 4-ാം മാസം ജനുവരി. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. നമുക്ക് പ്രസൻറ്റിൽ എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോൾ നടക്കുന്ന കാര്യം, എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിലും വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ പ്രതി, വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ചീറ്റിംഗ്. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ ചില വ്യക്തികൾ ഈ ഒരു സമയത്ത് ചില വ്യക്തികൾ നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞു, നിങ്ങളുടെ പേഴ്സണെ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങോട്ട് ചേസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ജോലിയിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു. നിങ്ങൾ മാനസികമായിട്ടും തകർന്ന അവസ്ഥയിലായിരുന്നെങ്കിലും നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയി കഴിഞ്ഞു. അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ചില ഓവറോൾ എനർജിയാണ് അത് വന്നിരിക്കുന്നത്. ഇതിൽ എല്ലാ വ്യക്തികളിലും ഈ ഒരു ചെറിയ എനർജി ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പിന്നീട് സംഭവിച്ചത്, ഇപ്പോൾ പാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചീറ്റിംഗ് ആണ്. 7 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ ചില വ്യക്തികൾ അവരുടെ പേഴ്സൺ, അവരുടെ സമാധാനം, നിങ്ങളുടെ സന്തോഷം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ചതിച്ചുകൊണ്ട് ഓടുകയാണ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഡബിൾ എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, നിങ്ങളുടെ സ്വപ്നത്തെ, നിങ്ങളുടെ 9 ഓഫ് കപ്പായിരുന്നു വന്നിരുന്നത്. നിങ്ങളുടെ സർവ്വതും, നിങ്ങളുടെ ആ സന്തോഷവും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഡബിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ഡബിൾ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡബിൾ എനർജി നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട്
നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ചതിച്ചു കൊണ്ടുപോയി. ഒരു ഡെവിൾ വന്നിട്ടാണ് ഈ ഒരു ചതി ഇവിടെ സംഭവിക്കുന്നത്. ഡെവിളും കൂടി ചേർന്ന് നിന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിഞ്ഞു നോക്കുകയാണ്. മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാനസിക ധൈര്യം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ എല്ലാമാണ്. നിങ്ങൾ ചിലപ്പം ഇത്രയും നാൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ ഒരു ഡെവിളിൻ്റെ എനർജിയും കൂടി കൂട്ടുപിടിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ അവരുടെ കയ്യിലെ ഒരു നൂൽപ്പാവയെ പോലെ നിങ്ങൾ പലപ്പോഴും അവരുടെ കൈക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്കാണ് ഇത് വരുന്നത്. മറ്റ് ചില വ്യക്തികൾക്ക് ഈ റിലേഷനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാതെ അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. കാരണം ഒരു വിധത്തിലും നേരെയാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ വന്ന പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. പലവട്ടം അത് നേരെയാക്കി കൊണ്ടുപോകണം. ചില സംശയങ്ങളായിരിക്കാം, ചില വാക്ക് തർക്കങ്ങളായിരിക്കാം. അതെല്ലാം നേരെയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും അത് നിങ്ങളെ പരസ്പരം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തന്നെ സംഭവിച്ചു. കാരണം ഈ വാള് പിടിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ആ ഒരു റിലേഷനെ എത്രയൊക്കെ നേരെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അത് നിങ്ങളെ തന്നെ മുറിച്ചുകൊണ്ടിരുന്നു. അപ്പം ആ ഒരു നിങ്ങളുടെ കടന്നുപോക്ക്, ആ ഒരു റിലേഷനെ ഫേസ് ചെയ്ത രീതി തെറ്റായിരുന്നു നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, 7 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നോസ്, താങ്ക് യു. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഈ ഒരു സമയത്ത് പല വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജോ കോളോ ചെയ്യുമ്പോൾ ഇഗ്നോറിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുന്നത്. ഓക്കെ, അതെ, ഈ ഒരു സമയം ഇത് നിങ്ങളുടെ കപ്പാണ്. നിങ്ങൾ എത്രയൊക്കെ അവർക്ക് മെസ്സേജ് അയക്കുന്നു, കോൾ അയക്കുന്നു, എന്ത് ചെയ്തിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ അതിലോട്ടൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. അവർ മറ്റ് ചില കാര്യങ്ങൾ ഡെവിള് കൊടുക്കുന്നതായിട്ടുള്ള ചില ഇലൂഷനിൽ, ചില സ്വപ്നങ്ങളിലേക്ക് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി നിങ്ങളുടെ പേഴ്സൺ വെച്ചിരിക്കുന്നത്. നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാനോ നിങ്ങളുടെ കോൾ ചെയ്യുവാനോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാനോ ഒന്നും നിങ്ങളുടെ പേഴ്സണ് സമയമില്ല. നിങ്ങളുടെ പേഴ്സൺ മറ്റ് ചില കാര്യങ്ങളിലേക്ക് ബിസി ആയിരിക്കുന്നു. നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഇത്രയും പെയിൻഫുൾ 9 ഓഫ് കപ്പ് ആയിരുന്ന വ്യക്തി ഇപ്പോൾ 9 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും അറിവില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് കാണിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയാതെ നിങ്ങൾ തകർന്ന അവസ്ഥയിൽ കൂടി ഈ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ട്. ചില വ്യക്തികൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞതായിരിക്കും. മറ്റു ചില വ്യക്തികൾക്ക് ഇപ്പോൾ സഡൻ കടന്നുകൊണ്ടിരിക്കുന്ന എനർജി കൂടി ആയിരിക്കാം. നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു സമാധാനമോ സന്തോഷമോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നിട്ടും നിങ്ങൾ എത്രയൊക്കെ യൂണിവേഴ്സിൽ നിന്നും ഇപ്പോൾ ടാരോ റീഡേഴ്സ് പറയുന്നത് പോലെയുള്ള നല്ല മെസ്സേജുകളൊന്നും നിങ്ങളുടെ ഉള്ളിലോട്ട് ചെല്ലാത്ത കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് കാരണം നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങളിലേക്ക് കടന്നെത്തുന്നില്ല. ഇവിടെ ഒരു വെള്ള ഒരു പക്ഷിയെ കാണാം. അത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്, യൂണിവേഴ്സിൻ്റെ എനർജിയാണത്. അത് നിങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 10 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. ചില ഫാമിലികൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ എല്ലാമായിരുന്ന ജീവിതം, കുടുംബം, അല്ലെങ്കിൽ സ്വർഗതുല്യമായിരുന്ന കുടുംബത്തെ വിട്ട് ഓവർ തിങ്കിങ് ആണ് വന്നിരിക്കുന്നത്. അടിയും വഴക്കുമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിരിക്കുന്നു. നിങ്ങളുടെ ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവഡ് ആയിരിക്കും, കുട്ടികളുണ്ടായിരിക്കാം. അത് അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹവും സന്തോഷവുമുള്ള ഒരു കാര്യം ഉപേക്ഷിച്ച് പോകുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ആണ് 8 ഓഫ് കപ്പാണ്. നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മായാലോകത്തേക്ക്, മറ്റൊരു ലൈറ്റിലേക്കാണ് അവർ ശ്രദ്ധ വയ്ക്കുന്നത്. ആ ലൈറ്റിനെ കേന്ദ്രീകരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്നേഹമോ ഒന്നും, നിങ്ങളുടെ കുട്ടികളുടെ വിളിയോ അല്ലെങ്കിൽ ആ ഒരു കരച്ചിലോ ഒന്നും, നിങ്ങളുടെ സ്നേഹം ഒന്നും അവർ കാണാതെ ഈ ഒരു മായാലോകത്തേക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കടന്നു പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കുന്നത് ചില അദൃശ്യമായിട്ടുള്ള
സമയത്തുള്ള ഒരു കാലജാതു എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലാക്ക് എനർജിയാണ്. ഓക്കെ, അവരുടെ ഓവർ തിങ്കിങ് ആണ് അവരെ നയിക്കുന്നത്. അവരുടെ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവർ കൈ കെട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് അവരുടെ തലച്ചോറിൽ കിടന്ന് കറങ്ങുന്നത്. എന്നാൽ സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്നേഹം എന്താണെന്നോ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നോ അവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാത്ത വണ്ണം അവരുടെ കൈ കെട്ടപ്പെട്ടിരിക്കുന്നു. ഒരു നൂൽ കൂമ്പാരത്തിൽ വീണ വ്യക്തികൾ വീണ്ടും വീണ്ടും നൂല് അഴിച്ച് നിങ്ങളുടെ റിലേഷനെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും നൂല് കെട്ടപ്പെടുന്നുണ്ട്. നിങ്ങളാണെങ്കിലും ശരി തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വന്ന് ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏത് സമയവും സമാധാന വാക്കുകൾക്ക് വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു, സംസാരിക്കുമ്പോഴും അവസാനം അടിയും വഴക്കും പ്രശ്നങ്ങളിലേക്കും ആയിത്തീരുന്നു. എത്രയൊക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും പല പ്രാവശ്യമായിട്ട് നിങ്ങൾ തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് വരുന്നത്. മറ്റ് ചില വ്യക്തികൾ ചേർന്ന് നിങ്ങളുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കിയിരിക്കുന്നു. ഓക്കെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോയതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഹെർമിറ്റ് മോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ മനസ്സ്, ചിലപ്പോൾ ആൾക്കാരൊക്കെ കൂടെ കാണുമെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ തകർന്ന് ഒറ്റപ്പെട്ട് ഐസൊലേഷൻ ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു ഇതുമില്ല. പിന്നെ വന്നിരിക്കുന്നത് തന്നെയാണ് 9 of 5 of Wands തന്നെയാണ് വന്നിരിക്കുന്നത്. 10 of Swords എനർജിയും വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ തകർന്ന്, നിങ്ങളെ പിറകിൽ നിന്ന് ആരൊക്കെയോ ചതിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളിപ്പം അത് ആരാണ് എന്താണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിൻ്റെ ഒരു ചെറിയ വെട്ടം, ആ വെട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഇന്നർ സോള് നിങ്ങളെ നയിക്കുകയാണ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം നല്ലതാകും എന്ന് നിങ്ങളുടെ ഉള്ളിൽ കൂടി കാത്തിരിക്കാം. ഒന്നും കൂടി മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി നമുക്ക് ക്ഷമിച്ച് നോക്കാം, പേഴ്സൺ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഓരോ ദിവസവും, ചിലപ്പോൾ ടാരോ റീഡ് കാണുമ്പോൾ ഉള്ള പ്രതീക്ഷയായിരിക്കും. ഇന്ന് വരുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് കോൾ ചെയ്യും, നാളെ കോൾ ചെയ്യും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷയിലാണ് നിങ്ങൾ ഓരോ ദിവസവും സ്റ്റെപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ശാരീരികമായിട്ടും നിങ്ങൾക്ക് പല രോഗങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ക്ഷീണമായിരിക്കാം, ഏത് സമയവും നിങ്ങൾക്ക് ക്ഷീണിതനായ അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടന്നിരുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് അടിച്ചു പൊളിച്ച് നടന്നിരുന്ന വ്യക്തിയായിരിക്കാം. ഇപ്പം ലേഡീസ് ആണെങ്കിൽ ശരി തന്നെ, അവർക്ക് അനുസരിച്ച് ഓരോരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഫാഷനിലൊക്കെ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാരി ഇട്ട് പോകുന്ന രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഏതെങ്കിലും കൈ കിട്ടുന്ന വാരി ഇട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോകുന്നത്. മറ്റ് ചിലവർക്ക് ഒരു പ്രത്യേക കാര്യമുണ്ട്. നിങ്ങളുടെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നടക്കുക. നിങ്ങളുടെ പാദങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഓരോ ചുവടും എടുത്തു ചാടിയൊന്നും നടക്കരുത്. വെള്ളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാല് തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് വെക്കുക എന്നൊരു വാർണിംഗ് കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 of Wands വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രസൻറ്റിലുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ വരരുത്, എന്നോട് മിണ്ടരുത്, അല്ലെങ്കിൽ ഇനി കോൾ ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളെ പ്രതിരോധിക്കുകയാണ്. നിങ്ങളുടെ കോള്, മെസ്സേജ്, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സ്നേഹം, ഇതൊന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ പ്രതിരോധിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്, സന്തോഷിക്കുന്നതിന് നിങ്ങളൊരു തടസ്സമാണ് എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടി കാർഡാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇത് കണ്ടില്ലേ, അവർ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അവരായിട്ട് മിണ്ടരുത്, കാണരുത്, മെസ്സേജ് അയക്കരുത് എന്ന്. അത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ തേർഡ് പാർട്ടി കാർഡാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷത്തിലും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ചില ട്രിപ്പുകൾ തേർഡ് പാർട്ടിയുമായിട്ട് അവർ നടത്തുന്നുണ്ട്. ഓക്കെ, യാത്രകളിലാണ് ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട്
അല്ലാത്ത ചില വ്യക്തികൾക്ക് യാത്രാ മധ്യത്തിലായിരിക്കും തേർഡ് പാർട്ടിയെ ഇവർ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു ചില വ്യക്തികൾ ഇതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ അവരിതെല്ലാം വിട്ട് മൂവ് ഓൺ ചെയ്തു, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഇവിടെ 2 സിംഹത്തിൻ്റെ തലകൾ കാണാം. അത്രത്തോളം സ്ട്രോങ് ആയി നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ മാനസിക ധൈര്യമാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ അതിൽ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ കരഞ്ഞു വിളിച്ച് നടക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സും കൂടി നോക്കാം. 7 വന്നിട്ടുണ്ട്, 4, 10, 9, 1, 7, 3, 10, 8, 9, 15, 6 വന്നിട്ടുണ്ട്. വന്നിരിക്കുന്ന രാശി കാപ്രിക്കോൺ, മകരം, ജെമിനി മിഥുനം, പൈസീസ് മീനം, കാൻസർ കർക്കിടകം, അക്യൂരിയസ് കുംഭം, വെർഗോ കന്നി, ലിയോ ചിങ്ങം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നോക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണല്ലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഏത് അവസ്ഥയിൽ കൂടിയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഏത് അവസ്ഥയിലാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും? ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ചെറിയ പെയിൻഫുൾ ആണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അവരിപ്പോൾ ന്യൂ ബിഗിനിങ് ഒക്കെ ചില വ്യക്തികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. ഇപ്പോൾ അവിടെ എന്തായിരുന്നാലും ഒരു ചീറ്റിങ് സംഭവിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ വ്യക്തികൾക്ക്, ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത വ്യക്തികളല്ല, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞവരുടെ ഇടയിൽ ഇപ്പോഴൊരു ചീറ്റിങ് സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു പക്ഷേ അവർക്ക് ഒരുപാട് റിലേഷൻഷിപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ഫൂളിൻ്റെ കാർഡാണ്, ഒരു ചതിയിലേക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ, ചിലപ്പം ജീവിതത്തിൽ സംഭവിച്ച് കാണില്ല, ചതിയിലേക്ക് പോകാൻ പോകുന്ന ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ പേഴ്സണ് ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു മെൻ്റൽ സപ്പോർട്ട് ഒരിക്കലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിക്കാൻ പോകുന്നില്ല. ഓവർ തിങ്കിങ് ഉണ്ട്, മറ്റ് ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്, ചില മെസ്സേജുകൾ, നെഗറ്റീവ് മെസ്സേജുകൾ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ വരുന്നുണ്ട്. തിങ് ഒരു മോഷണം, സാമ്പത്തിക മോഷണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാനം, അഭിമാനം നശിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, ചില വ്യക്തികൾ സംഭവിച്ച് കാണും, മറ്റു ചിലവർക്ക് എത്രയും പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോഡ്, ഇതിൻ്റെ ഇടയിൽ മറ്റു തേർഡ് പാർട്ടിയുടെ ഇടയിൽ അവരെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള മറ്റ് ചില വ്യക്തികളുണ്ട്. ചിലപ്പോൾ ഒരു മെയിൽ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും. കാരണം ഫെമിനാൻ മസ്കുലൈൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തങ്ങളിൽ ഇടയിൽ മറ്റൊരു വ്യക്തി കൂടി കടന്ന് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ പേരൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുകളായിരിക്കാം. അവർ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളുടെ പേഴ്സണൊന്നും അവിടെ യാതൊരു വാല്യൂമില്ല, വാല്യൂ ഉള്ള ചില വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ട്, തേർഡ് പാർട്ടിയുടെ ലൈഫിലുണ്ട്. ആ തേർഡ് പാർട്ടിയുടെ ലൈഫിലുള്ള വ്യക്തികളാണ് ആ റിലേഷനെ നിയന്ത്രിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ തകർന്നു പോകുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഡ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് സോഡ്, നിങ്ങളുടെ പേഴ്സണെ ഇടം വലം അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ആരുമായിട്ട് മിണ്ടുന്നു, ആരുമായിട്ട് കോണ്ടാക്റ്റിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ, ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി വശങ്ങളിലാണ്. അതിൻ്റെ പാസ്വേഡ് ആണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് സ്വന്തമായിട്ടൊന്നും ചെയ്യുവാനോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടുവാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. ഫേസ്ബുക്കിനെ, വാട്സപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ ചൊല്ലി നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും. ഓക്കെ, ഈ ഒരു സമയം അതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ വഴക്കുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതാണ് അത്രയേറെ പെയിൻ സിറ്റുവേഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണ് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നു. സന്തോഷങ്ങൾ, സ്നേഹം, ഒരുപാട് പ്രണയങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് സംഭവിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ് ആണ്
സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പിലോട്ട് കടന്നുപോയ വ്യക്തികളോ ആയിരിക്കാം. ഇപ്പം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു എർത്തിൻ്റെ എനർജിയാണ്. ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൺസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ശ്രദ്ധ പരസ്പരം കൊടുക്കുന്നുണ്ട്, പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും അല്ല, നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിൽ ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ് പോകുന്നതെന്ന്. നിങ്ങൾക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലോ മറ്റോ ഫോട്ടോസോ കാര്യങ്ങളോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ മറ്റ് ചില ആൾക്കാരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ആ അറിവ് ലഭിക്കുന്നുണ്ടായിരിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണിൻ്റെയും റിലേഷൻഷിപ്പിലെ സ്ട്രെങ്ത്തിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അവരുടെ ലൈഫ് ഒരുപാട് സ്ട്രെങ്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ റിലേഷൻ, ചില വ്യക്തികളുടെ റിലേഷൻ ഒരുപാട് സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാനസികമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ വരികയാണ്. ചിലപ്പോൾ നിങ്ങളെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിൽ ഇഷ്ടപ്പെട്ട് തന്നെ നിൽക്കുന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതിൽ നിങ്ങളുടെ പേഴ്സണ് പരാതികളൊന്നുമില്ല. അത് അവർ ഇഷ്ടപ്പെട്ട് തന്നെയാണ്, എൻജോയ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എനർജി കൂടിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകുന്നത്. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് ഒന്നിലധികം എനർജികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 11, 6, 8, 12, 15, 3, 4, 9, 14, 5. ഓക്കെ, അപ്പോൾ രാശികളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ആവർത്തിച്ച് തന്നെയാണ് രാശികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫുൾ രാശികൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കും റെസനേറ്റ് ആകാതിരിക്കത്തില്ല. നിങ്ങളുടെ രാശി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? എല്ലാ വ്യക്തികളുടെയും പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരത്തില്ല. അത്രത്തോളം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വിവാഹം കഴിച്ച് ആ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് കാർഡ് പറഞ്ഞാൽ തന്നെയും അത് നിങ്ങളുടെ എനർജി അല്ല എന്ന് വിശ്വസിക്കുക. ഓക്കെ, ഇത് പേഴ്സണൽ റീഡിംഗ് അല്ലാത്തത് കൊണ്ട് മറ്റ് ചില വ്യക്തികളുടെ എനർജി നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാത്രമേ അറിയാമോ. അപ്പം വരുന്ന എനർജി നിങ്ങളുടേതല്ല എങ്കിൽ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ റിലേഷനിൽ മറ്റൊരു സന്തോഷത്തെ നിങ്ങൾ തേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അവനവൻ്റെ സന്തോഷം അവനവൻ വേണം കണ്ടുപിടിക്കാൻ. നിങ്ങളിപ്പോൾ ദുഃഖിക്കുന്നു എങ്കിൽ നിങ്ങൾ അനുവദിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കാൻ കഴിയില്ല. ആ ദുഃഖത്തെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങൾക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ പിന്നീടും നിങ്ങളായിട്ടാണ് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. സന്തോഷിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്, ദുഃഖിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരില്ല എന്നുള്ളത്. അങ്ങനെയുള്ള വ്യക്തികൾ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഏജും ആരോഗ്യവും ശരീരവും ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ജീവിതത്തെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ കഴിയാൻ പറ്റുമോ അത്രത്തോളം സന്തോഷത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക. നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ശരീരത്തെയും മറ്റൊരു വ്യക്തികൾ, നിങ്ങളെ വേണ്ടാതെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേദനിപ്പിച്ച് നശിപ്പിക്കേണ്ടതല്ല. ഈ ജീവിതം കുറച്ചേ ഉള്ളൂ, ഇച്ചിരി ഉള്ളോ, നമുക്ക് സന്തോഷിക്കാം എന്ന് ചിന്തിക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിലേക്ക് തിരിച്ചു വരുമോ? വ്യൂസിൻ്റെ പേഴ്സൺ തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് നൽകണമേ. പൂർണ്ണമായും മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ ലൈഫിലേക്ക് പേഴ്സൺ തിരിച്ചു വരുമോ? പൂർണ്ണമായും മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ ലൈഫിലേക്ക് പേഴ്സൺ തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എൻ്റെ വ്യൂസിൽ ഒക്കെ സാധ്യതകളുള്ള വ്യൂസിന് അവരുടെ ലൈഫിലേക്ക് പേഴ്സൺ തിരിച്ചു വരുമോ? അവരിലേക്ക് കാത്തിരിക്കണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വ്യൂസിൻ്റെ പേഴ്സണ് വേണ്ടിയിട്ട് കാത്തിരിക്കണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ക്യൂൻ ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതുണ്ട്.
അത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കും, പക്ഷേ കുറച്ച് താമസമുണ്ട്. എർത്തിൻ്റെ എനർജിയാണ്. എർത്തിൻ്റെ എനർജി ആകുമ്പോഴത്തേക്ക് ഒരു കുറച്ച് താമസിച്ച് അത് പതുക്കെ ആയിരിക്കും റൗണ്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വിലപ്പെട്ട ആൾ തന്നെയാണ്. ഓക്കെ, ഏറ്റവും വിലപ്പെട്ട ആൾ തന്നെ. ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയും ഏറ്റവും കെയറിങ് ഉള്ള വ്യക്തിയും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയും തന്ന ഗിഫ്റ്റായിട്ട് വെച്ചിരിക്കുകയാണ് അവർ. എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കിങ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? അത് ചില ഫാമിലികളാണ്. തേർഡ് പാർട്ടി നിങ്ങളിലേക്ക് കടന്നു വരാം, പക്ഷേ തേർഡ് പാർട്ടിയും നിങ്ങളോടൊപ്പം കാണും. ചിലപ്പം ഫാമിലി തേർഡ് പാർട്ടി ഉള്ളതായിരിക്കാം. നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും, പക്ഷേ തേർഡ് പാർട്ടിയും അവരുടെ കൂടെ കാണും. ഒരു പക്ഷേ ഫാമിലി തേർഡ് പാർട്ടി ആയിരിക്കും. ഹസ്ബൻഡോ വൈഫോ തേർഡ് പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ തേർഡ് പാർട്ടി ആയിരിക്കാം. ആ തേർഡ് പാർട്ടി നിങ്ങളോടൊപ്പം തന്നെ കാണും. പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും, പക്ഷേ നിങ്ങൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അവർക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് തേർഡ് പാർട്ടിയും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് അവരുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് അവർ. ഓക്കെ, അവരെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സാമ്പത്തികത്തിൻ്റെ പേരിൽ ഈ റിലേഷനെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് കടന്നു വരും. വീണ്ടും വന്നിരിക്കുന്നു 6 ഓഫ് കപ്പ്. നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. തിരിച്ചു വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇതുവരെയും സെക്ഷലായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്ഷൽ കണക്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾ തങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നതിന് ഒരു ന്യൂ ബിഗിനിങ്ങിനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു സെക്ഷലായിട്ടുള്ള റിലേഷനും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഫ്രണ്ട്സുകൾക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു വിധത്തിലും കാരണം പൂർണ്ണമായിട്ടും വരാൻ ഒരു ചാൻസുമില്ല, 0 ചാൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതാണ്ട് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെയും വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. അവരുടെ ശ്രദ്ധ അവരുടെ ലൈഫിൽ ഇപ്പം മറ്റു ലൈഫിലോട്ട് അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഇത് ഒരിക്കലും നിങ്ങളിലേക്ക് വരുത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് കാണണം. ഓക്കെ, സാഹചര്യം നിങ്ങൾ നോക്കണം. ഇപ്പം വിവാഹം കഴിച്ച് പോയ ഒരു വ്യക്തി ഒരിക്കലും അവരുടെ ഫാമിലിയെ കളഞ്ഞിട്ടൊന്നും അവർ വരത്തില്ല. ഓക്കെ, നിങ്ങളടുത്ത് ബാലൻസിങ്ങിലേക്ക് നോക്കാൻ നിങ്ങൾ സ്വന്തം സെൽഫ് ലവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ദ ടെമ്പറൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തികൾ. ഓക്കെ, നിങ്ങൾ ഡിപ്രഷനിൽ നിന്ന് പുറത്ത് വരിക. വീണ്ടും സെൽഫ് ലവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സെയിം കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ സാമ്പത്തികത്തെ വിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാതിൽ അടച്ച് നിങ്ങൾ സ്വന്തമായിട്ട് നിൽക്കരുത്. എനിക്കിനി ജീവിതം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ നിൽക്കരുത്. നിങ്ങളിപ്പോൾ ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ പണത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ എല്ലാം അടച്ച് ഇവിടെ ഒരു ചാവി ഇരിപ്പുണ്ട്. ആ ചാവിയിലേക്ക് നിങ്ങൾ അത് തുറന്ന് നിങ്ങൾക്ക് പുറത്ത് പോകാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ഇത് സെൽഫ് ലവിൻ്റെ നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ന്യൂ ബിഗിനിങ്, യൂണിവേഴ്സിൻ്റെ പവർ, യൂണിവേഴ്സ് സപ്പോർട്ടുള്ളൊരു മാലാഖ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ പുറത്ത് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പൂർണ്ണമായി വിട്ടുപോയവരാണ്. ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വ്യൂസ് ഈ ഒരു എനർജിയിലാണെങ്കിൽ അവർ ഈ ഒരു എനർജിയിൽ നിന്ന് വിട്ടുപോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ സെൽഫ് ലവ് ചെയ്ത് അവർ ഒരുപാട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഒരു മൂവ് ഓൺ ചെയ്യുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അവർ രാത്രി കാലങ്ങളിൽ പോലും അവർക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ, കാരണം ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു ജീവിതത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക. ഓക്കെ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയം പറയുന്നത്.
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ സഹായിക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ഓഫർ, നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും സഹായിച്ചെന്ന് വെച്ചോ, അവിടെ നിന്ന് നമുക്ക് തിരിച്ച് സഹായം, അവർ തന്നെ നമുക്ക് സഹായം തരണമെന്ന് പ്രതീക്ഷിക്കരുത്. അത് യൂണിവേഴ്സിൻ്റെ നിയമമല്ല. നമ്മൾ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക്, നമ്മൾ ഇന്നൊരു ചെടി നട്ട് കഴിഞ്ഞാൽ, ഒരു മരം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെന്നില്ല. അത് ലഭിക്കുന്നത് വേറൊരു വ്യക്തികൾക്കായിരിക്കാം, ഇല്ലേ? എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക്. ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു അബണ്ടൻസ്, നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. നിങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി കാത്തു നിൽക്കരുത്. ഒരു ചെറിയ സന്തോഷം നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് ചെയ്തു. അവർ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്ന ഓരോ സമയവും, നിങ്ങൾക്ക് വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അന്വേഷിച്ച് പോകുക. നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്, മുന്നോട്ടൊരു സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കുക. നിങ്ങളുടെ വഴികളെല്ലാം നിങ്ങൾക്ക് തുറന്നു തരും. ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, നിങ്ങളെ എന്തൊക്കെയാണോ ഉപേക്ഷിച്ച് നിങ്ങളെ വിട്ടുപോയത്, അത് മൊത്തവും നിങ്ങളുടെ പിറകെ അതൊക്കെ വരുന്ന സമയങ്ങളാണ് ഇനി നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ അവസാനമല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം എനിക്ക് അവസാനിച്ചു, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. യൂണിവേഴ്സ് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തുമാത്രം സഹായിച്ചിട്ടുണ്ടോ, എന്തുമാത്രം പൈസ മറ്റുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതിന് മുഴുവനും നിങ്ങളെ പിന്തുടരും. ആ ഒരു കാര്യങ്ങൾ മൊത്തം, നിങ്ങൾ 1 രൂപ വേറെ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. സ്നേഹമായാലും കെയറിങ് ആയിരുന്നാലും എല്ലാം, അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിന് ഈ എനർജി എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് സമാധാനം, ഒരു വലിയ ശാന്തി ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് ശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ലൈഫിലേക്ക് അവരുടെ പേഴ്സൺ വന്നു ചേർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ക്ലോസുകളും കൂടി നോക്കാം. ക്ലോസുകൾ എല്ലാവർക്കും റെസനേറ്റ് വന്നില്ലെങ്കിലും നിങ്ങളുടെ രാശി മേടം മുതൽ മീനം രാശി വരെയുള്ള എല്ലാ രാശികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് കാർഡിൽ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് ക്ലോസ് നോക്കാം. കുവൈറ്റ്, പരവൂർ നിങ്ങളുടെ അയൽവാസി ആയിരിക്കാം. 2021, 2024 എഫ് എന്ന് പറഞ്ഞ ലെറ്റർ വന്നിട്ടുണ്ട്. 24 പൂരിട്ടാതി നാള്. ടെലിപ്പതി, നിങ്ങൾക്ക് ചിലപ്പം ടെലിപ്പതി അറിയാത്തവർ കമൻറ്റ് ചെയ്യുക, ഞാനത് കമൻറ്റ് പറഞ്ഞിരുന്നതായിരിക്കും. കല്ലുവാതുക്കൽ, ഓക്കെ, കല്ലുവാതുക്കലുള്ള വ്യക്തി ആയിരിക്കാം. ക്ലാസ്മേറ്റ്സ്, ഉത്തിരട്ടാതി, അത്തം 1970, 65, ഓക്കെ. കൂളിംഗ് ഗ്ലാസിനോട് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി ആയിരിക്കാം. ഏജ് 28, 48, ഓക്കെ. പട്ടാളത്തിൽ ജോലി ആയിരിക്കാം. വയനാട്, കാസർഗോഡ്, അബുദാബി. ഫോൺ നമ്പറിൽ ലാസ്റ്റ് 24, ലാസ്റ്റ് നമ്പറാണ് 24. വയനാട് വീണ്ടും വന്നു. 1991, 92 രാജി. കോട്ട എന്ന് പറയുന്ന സ്ഥലം. ശരണ്യ എന്ന് പറയുന്ന പേര്. ഏടമുട്ടം, സെക്കൻഡ് മാരേജ്. എസ് എന്ന് പറയുന്നൊരു ലെറ്റർ, എച്ച് എന്ന് പറയുന്ന ലെറ്റർ, വി എന്ന് പറയുന്ന ലെറ്റർ, 20 പൂരാടം എന്ന് പറയുന്ന നാള്. മാർക്കറ്റിംഗ്, ചിലപ്പോൾ മാർക്കറ്റിലെ ജോലി ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം. ഓക്കെ, തിരുവാതിര നക്ഷത്രം. വൈ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 6 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. 1987. ഓക്കെ, ഇലക്ട്രിക് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കാം, ഇലക്ട്രിക് കാർ ആയിരിക്കാം, ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ഓക്കെ, ജോലി ഉണ്ടായിരിക്കാം. കൊല്ലം ജില്ല വന്നിട്ടുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഫിഷ്, മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം. ഓ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 12 നമ്പർ. ആയില്യം, അങ്കമാലി. 1971, 76 ആൾത്തറ. പൂരിട്ടാതി, മൂക്കൂത്തി, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മൂക്കൂത്തി ഇട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂക്കൂത്തി ഇടുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. 437 ലെറ്റർ നമ്പർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. മീനമ്പലം, അമരവിള. എഞ്ചിനീയർ, എന്തിൻ്റെങ്കിലും എഞ്ചിനീയർ ആയിരിക്കാം. ഫസ്റ്റ് നമ്പർ 1 നമ്പറാണ് വന്നിരിക്കുന്നത്. ഉത്രാടം 11 വന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. മേലൂർ. മ്യൂസിക്, ഒരുപാട് പാട്ട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷനിൽ തന്നെ ഉള്ള വ്യക്തി തന്നെ ആയിരിക്കാം. തയ്യൽ വന്നിട്ടുണ്ട്. പട്ടാമ്പി, സെക്സിന് വേണ്ടി മാത്രം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടി വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. കുവൈറ്റ് വന്നിട്ടുണ്ട്. മാഹി, വടകര, ഒറ്റപ്പാലം, പാലക്കാട്,
എന്നെന്ന് പറയുന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, സോറി എന്നെന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ബേബി എന്ന് പറയുന്ന പേരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ വിശാഖം എന്ന് പറയുന്ന നാൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും 1000 നന്ദി. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ, ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, ചില വ്യക്തികൾ വന്ന് പറയുന്നുണ്ട് അവരുടെ പേഴ്സൺ അവരുടെ കൂടെ ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, നല്ല റിലേഷനിലാണ് പോകുന്നത്, എന്നിട്ടും ഇതൊന്നും എനിക്ക് റെസനേറ്റ് ആകുന്നില്ല, മറ്റുള്ള റീഡിങ്ങും കാണുന്നുണ്ട്, അതൊന്നും എനിക്ക് റെസനേറ്റ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഉപ്പുവാട്ടയിൽ കൈയിട്ടിട്ട് പഞ്ചസാര കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ ആകരുത്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർ വേണം ഇത് കാണാൻ. സ്നേഹത്തിലും നല്ല രീതിയിലും പോകുന്ന വ്യക്തികൾക്ക് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരാവശ്യവുമില്ല. ഇതുമായിട്ട് റെസനേറ്റ് ആകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ടാരോ റീഡ് കാണരുത്. ടാരോ റീഡ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. കാരണം നിങ്ങളുടെ എനർജി അല്ല, തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾക്കാണ് ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷനിൽ തേർഡ് പാർട്ടി ഇല്ല, നിങ്ങൾ സന്തോഷത്തിലാണ് പോകുന്നതെങ്കിൽ ഈ റീഡിങ്ങിലൊക്കെ കേൾക്കുന്ന തേർഡ് പാർട്ടി നിങ്ങൾ അഫർമേഷൻ ചെയ്യും. അപ്പം നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ റീഡിങ്ങെ കാണരുത്. ഓക്കെ, നമ്മൾ ഉപ്പുപാട്ടയിൽ നിന്ന് ഉപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് എൻ്റെ റീഡിങ് മുഴുവനും. തേർഡ് പാർട്ടി സിറ്റുവേഷനും നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പേരും ടാരോ റീഡിങ്ങിൽ ഒരുപാട് പേരും ചെയ്യുന്നത് അത് തന്നെയാണ്. ഓക്കെ, നോർമലായിട്ടിരിക്കുന്ന അസുഖമുള്ള ആൾക്കാർക്കല്ലേ ഡോക്ടറിൻ്റെ ആവശ്യം. നല്ല ആരോഗ്യത്തിരിക്കുന്ന വ്യക്തികൾക്ക് എന്തിനാണ് ഡോക്ടറിൻ്റെ മരുന്നിൻ്റെ ആവശ്യം? ഇത് ഡോക്ടറിൻ്റെ മരുന്നിൻ്റെ ആവശ്യം വരുന്ന ആൾക്കാർ മാത്രം വരിക. ഓക്കെ, താങ്ക് യു.